അപ്പൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, പോലീസിൻ്റെ ഒരു മോട്ടോ അതാണ്, അതായത് മൃദു ഭാവേ ദൃഢകൃത്യ. അപ്പോൾ അതന്നെ ഒരു നമ്മൾ പറയില്ലേ, ഒരു പ്രൈവറ്റ് സെക്ടർ ഇനീഷ്യേറ്റീവ് കൊണ്ട് നമ്മുടെ നാടിന് പബ്ലിക് സെക്ടറിന് ഉണ്ടായ ഒരു നല്ലൊരു ഗുണമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഐലാൻഡ് തന്നത്. ഇപ്പോൾ ഫുൾ നോളേജ് കിട്ടിയിട്ട് ചെയ്യാന്ന് വെച്ചാൽ നടക്കില്ല. ഉള്ള ബേസിക് സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കിയിട്ടാണ് അലക്സ് പ്രിപ്പറേഷൻ വന്നത്. കോളേജ് കഴിഞ്ഞ ഉടനെ ഗൾഫിൽ പോയി. ഈ ജോലി ഇത് എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ അല്ല. പലപ്പോഴും ഇത് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും. സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ ആൾക്കാരോട് നല്ലപോലെ പെരുമാറണം. ഹലോ, ഇന്ന് നമ്മോടൊപ്പം അലക്സ് എബ്രഹാം, ഓൾ ഇന്ത്യ റാങ്ക് 165 ഇൻ സിവിൽ സർവീസ് എക്സാമിനേഷൻ 2024. അലക്സ്, ആദ്യം കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു ടീച്ചർ. ഇത് രണ്ടാമത്തെ തവണയാണല്ലേ? അലക്സ് ഐലാൻഡ് പ്രിലിംസ് കം മെയിൻസ് ബാച്ച് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഐലാൻഡ് ഫാക്കൽറ്റി ആയിരുന്നു. അതിലും ഉപരി നമ്മുടെ ഈ ഐലാൻഡ് ഒരു സ്റ്റാർട്ടപ്പിൽ നിന്നൊരു മെച്യൂർ കമ്പനിയായിട്ടുള്ള ഫേസിൽ അലക്സ് ഒത്തിരി നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇൻ ടേംസ് ഓഫ് സജഷൻസ് ആൻഡ് എങ്ങനെ നമ്മുടെ ഓവറോൾ അക്കാഡമിക് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാം. അലക്സ്, അതിനൊക്കെ ഒരു താങ്ക് യു. വെൽക്കം. അപ്പം അലക്സിൻ്റെ ഡ്രീം ജോബായിട്ടുള്ള IPSലേക്ക് എത്തിയിരിക്കുന്നു. എന്തായിരുന്നു ഇതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ? അത് ഫസ്റ്റ് ഒരു IPS ഒരു അടിപൊളി സാധനമാണെന്ന് എങ്ങനെയാണ് തോന്നിയത്? ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ തമാശയായിട്ട് തോന്നും. ഞാൻ 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും പഠിക്കുമ്പോൾ മറ്റേ സുരേഷ് ഗോപി, ഭരത്ചന്ദ്രൻ IPS, അങ്ങനെയാണല്ലോ IPS എന്നുള്ള പേര് ആദ്യമായിട്ട് കേൾക്കുന്നത്. അങ്ങനെയാണ് ഇതൊരു സംഭവമാണെന്ന് നമുക്ക് തോന്നുന്നത്. പിന്നീട് ഇപ്പോൾ വീട്ടിൽ അപ്പച്ചൻ പോലീസാണ്. അപ്പോൾ പോലീസ് എങ്ങനെയാണ് ഇൻട്രാക്ട് ചെയ്യുന്നത്, ഹൗ ഗുഡ് ദേ ആർ ഇൻ സൊസൈറ്റി, അപ്പോൾ അത് നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പോലീസിൻ്റെ മുകളിൽ ആൾക്കാർക്കുള്ളൊരു കോൺഫിഡൻസ്, നല്ല പോലീസുകാരനാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതൊരു ഇൻസ്പയറിങ് ഫാക്ടറായിരുന്നു. പിന്നീട് നമ്മൾ ജോലി ചെയ്യാൻ തുടങ്ങുന്ന സമയത്താണ്, അല്ലെങ്കിൽ നമ്മൾ മെച്യൂറായി കോളേജ് കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, അപ്പോൾ നമ്മളൊരു ജോലി ചെയ്യുന്ന സമയത്ത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് എപ്പോഴും ഇൻട്രാക്ട് ചെയ്യുന്ന, സൊസൈറ്റിയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാവുന്ന ഒരു പ്രൊഫഷൻ. പിന്നെ എനിക്ക് കുറച്ചുകൂടി അതൊരു താല്പര്യമാണ്. കുറച്ചുകൂടി ഫിസിക്കലി ഫിറ്റായിട്ടിരിക്കുക, ഒരു യൂണിഫോംഡ് ജോബ്, ഡിസിപ്ലിൻഡ് ലൈഫ്, അതിനോടൊക്കെ എനിക്കൊരു താല്പര്യമുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി മാച്ചായി വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് പോവാണ്. പിന്നെ IPS കിട്ടുക എന്ന് പറഞ്ഞപ്പോൾ ഇത് പറയുന്ന പോലെ ഇതൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ സാധനം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല, അതിൻ്റെ ഒരു എഫേർട്ട് വേറെയാണ്. അലക്സ് പറഞ്ഞല്ലോ അപ്പച്ചൻ പോലീസിലായിരുന്നു. അപ്പോൾ അപ്പച്ചൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നീ വലുതാകുമ്പോൾ IPSകാരനാവണം? അല്ലെങ്കിൽ അമ്മ പറഞ്ഞിട്ടുണ്ടോ എടാ നീ ഒരു IPSകാരനാവണം? അങ്ങനെ എന്തെങ്കിലും ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? അങ്ങനെ IPS ആവണമെന്ന് വീട്ടിൽ അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല, അപ്പൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ എൻ്റെ പേരിടുന്ന സമയത്ത്, ഇപ്പോൾ എൻ്റെ പേര് അലക്സ് അബ്രഹാം എന്നാണ്. അപ്പോൾ ഇതിൽ ഈ അബ്രഹാം എന്നുള്ളത് എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ പേരാണ്. അപ്പോൾ ആൾ ഒരു സ്കൂൾ ഹെഡ് മാഷായിരുന്നു, നാട്ടിൽ ഹൈസ്കൂൾ ഹെഡ് മാഷായിരുന്നു. പക്ഷേ ഈ അലക്സ് എന്നുള്ള പേര് വരുന്നത് എൻ്റെ അപ്പൻ ട്രെയിനിങ്ങിന് ഇരിക്കുന്ന സമയത്ത് ഈ അലക്സാണ്ടർ ജേക്കബ് IPS അവരെ ട്രെയിനിങ്ങിന് കൊടുത്തിരുന്നു പോലീസ് അക്കാഡമിയിൽ. അപ്പൻ ക്ലാസ് അറ്റൻഡ് ചെയ്തു. അപ്പോൾ അപ്പന് അദ്ദേഹത്തിനോട് വലിയൊരു താല്പര്യം തോന്നുകയാണ്. അപ്പോൾ ഒരു പോലീസുകാരന് സ്വാഭാവികമായിട്ട് അലക്സാണ്ടർ ജേക്കബ് സാറിൻ്റെ ആ ഒരു എരുഡൈറ്റ്, ആ ഒരു വിസ്ഡം, ഇതൊക്കെ കാണുമ്പോൾ ഒരു താല്പര്യം തോന്നുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മ, ആ ഒരു താല്പര്യത്തോണ്ടുകൊണ്ടാണ് എൻ്റെ പേരിൽ ഈ അലക്സ് എന്നുള്ള ഭാഗം വരുന്നത്. അല്ലെങ്കിൽ എൻ്റെ അപ്പൻ്റെ പേര് ജോയസ് എന്നാണ്, അപ്പോൾ എൻ്റെ പേര് റിജോയ്സ് എന്നൊക്കെ ഇടാൻ പ്ലാൻ ചെയ്ത് തരുന്നത്. അങ്ങനെയാണ് ഈ പേര് വരുന്നത്. മേ ബി അപ്പന് ചിലപ്പോൾ ഒരു താല്പര്യം ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ പൊതുവെ പോലീസ് അത് എന്നോട് അങ്ങനെ ഒരു കാര്യമൊന്നും പറഞ്ഞിട്ടില്ല, എനിക്കിഷ്ടമുള്ള പോലെ ചെയ്തു. പക്ഷെ അമ്മയ്ക്കുള്ളിൽ എവിടെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു, അതായത് ഇവൻ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാവണം. അപ്പോൾ നമ്മളിങ്ങനെ പറയില്ല, അതായത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയെ ആഗ്രഹിക്കുന്ന വലിയൊരു എയിമാണ് അവരുടെ, ഇപ്പോൾ പേരൻസിൻ്റെ വലിയൊരു ആഗ്രഹമാണ്. അപ്പോൾ അമ്മ അതിനു വേണ്ടി ഒരു ചെറുപ്പം മുതലൊരു പ്ലാൻഡ് എഫേർട്ട് ഉണ്ട്. എൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക, എന്നെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വിടുക, പഠനവുമായി ബന്ധപ്പെട്ട് എന്ത് ചോദിച്ചാൽ അത് വാങ്ങിത്തരിക, പുസ്തകങ്ങളാവട്ടെ അല്ലെങ്കിൽ ബാക്കി ആക്സസറീസ് ആവട്ടെ, ഒരു എക്സ്ട്രാ കോഴ്സിന് പോകണം, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊന്നും. അപ്പോൾ എൻ്റെ വീട്ടിൽ ബാക്കി കാര്യങ്ങളിലെല്ലാം ഫിനാൻസ് കൺസ്ട്രെയിൻഡ് ആണെന്നുണ്ടെങ്കിലും പഠനത്തിൻ്റെ കാര്യത്തിൽ അത് സഫീഷ്യൻ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ഭാഗ്യം എനിക്ക് എൻ്റെ പാരൻസിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടി. അപ്പോൾ അത് പിന്നെ ഞാൻ യൂട്ടിലൈസ് ചെയ്തു. സാധാരണ പോലീസുകാർ ഇൻ ജനറൽ, നമ്മൾ പോലീസിനെ പറ്റിയിട്ട് പറയുന്നത് അതൊരു താങ്ക്ലെസ് ജോബാണ്. അതായത് ഒത്തിരി വർക്കുണ്ട്, എന്നാൽ പലപ്പോഴും പോലീസുകാർ ഒരു സാധാരണക്കാരുമായിട്ട് ഇടപെടുമ്പോൾ എന്തെങ്കിലും പ്രശ്നത്തിലായിരിക്കും. അപ്പോൾ പോലീസുകാർക്ക് അതിൻ്റെ വെറുപ്പ് മുഴുവനാണ് കിട്ടുക. അപ്പം 2 days ബാക്ക് നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോഡിജി വന്നപ്പം ഒത്തിരി പോലീസുകാരാണ് റൂട്ടിൽ പല ഡ്യൂട്ടികളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഭയങ്കര ടയറിങ്, എനിക്കൊന്നൊരു 24 hour ഓൺ കോൾ ഡ്യൂട്ടി ഉള്ളൊരു ജോലിയാണ്. അപ്പം അച്ഛൻ്റെ കൊച്ചിൽ ഈ തിരക്കുകളൊക്കെ കാണുമ്പം
ഒരു IPS-കാരനായ അല്ലെങ്കിൽ ഒരു പോലീസുകാരനായ ബുദ്ധിമുട്ടാവും എന്ന് വിചാരിച്ച ആ ഒരു ജോലിയിലേക്ക് എന്തെങ്കിലും ഒരു അകൽച്ച വല്ലതും തോന്നിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അച്ഛൻ അങ്ങനെ ഡീമോട്ടിവേറ്റ് ചെയ്തിട്ട് വല്ലതും ഉണ്ടോ? ഇല്ല, അങ്ങനെ ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് 36 hours ജോലി ചെയ്യുക, അത് കഴിഞ്ഞ് തിരിച്ചിപ്പോൾ ഒരു നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് വീട്ടിൽ വന്ന് വീണ്ടും വിളിക്കുക, തിരിച്ചെല്ലാം വേണ്ടി വിളിക്കുക. ഇത് ഒരു പോലീസുകാരൻ അവരിപ്പോൾ ഏതൊരു പോലീസ് കുടുംബത്തിലെ ആൾക്കാർ കണ്ടിട്ടായിരിക്കും കാഴ്ചയായിരിക്കും, പ്രത്യേകിച്ച് ലോക്കൽ പോലീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്. പക്ഷേ പലപ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളുടെ ഒരു ഇമ്പാക്റ്റ് വളരെ വലുതാണ് ആ ഒരു പോലീസുകാരൻ അവിടെ ഉണ്ട് എന്ന് തോന്നുന്ന സമയത്ത്. പിന്നെ ചില സമയത്ത് പബ്ലിക് താങ്ക്ലെസ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ടു എ ലാർജ് എക്സ്റ്റെൻറ്റ് പബ്ലിക് ഒരു പോലീസുകാരനോടൊരു സ്നേഹവും റെസ്പെക്റ്റും ഉണ്ട്. ഇപ്പോൾ എൻ്റെ നാട്ടിലാണെങ്കിലും ഇപ്പോൾ അതിലൊരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് കഴിഞ്ഞ തവണ സിവിൽ സർവീസ് റാങ്ക് 299 കിട്ടി. അപ്പോൾ ഞാനൊരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായി. അപ്പോൾ പദ്ധതിയിൽ ഇപ്പോൾ എൻ്റെ അപ്പനേക്കാൾ ഉയർന്നൊരു ജോലിയാണ് എനിക്ക് കിട്ടിയത്. പക്ഷേ ഇപ്പോഴും എൻ്റെ വീട് അറിയപ്പെടുന്നത് അത് പോലീസുകാരൻ്റെ വീടല്ലേ, പോലീസുള്ള ജോയ്സിൻ്റെ വീടല്ലേ, അങ്ങനെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതാണ് ആ പോലീസിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇത് എന്നെ അട്രാക്റ്റ് ചെയ്തിരുന്നു എപ്പോഴും ആ ഒരു കാര്യം. അതായത് പോലീസിനോട് ആൾക്കാർക്കോട് സ്നേഹമുണ്ട്, പ്രൊവൈഡഡ് നമ്മൾ ആൾക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കണം ആ സമയത്ത്. പിന്നെ ഈ ജോലി ഇത് എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ അല്ല. പലപ്പോഴും ഇത് സ്ട്രെസ്ഫുള്ളായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും. സ്ട്രെസ്ഫുള്ളായിട്ടുള്ള സിറ്റുവേഷനിൽ ആൾക്കാരോട് നല്ലപോലെ പെരുമാറണം. പല ടൈപ്പ് ആൾക്കാർ വരുന്നുണ്ടാവും. അവരെല്ലാവരെയും അതിൻ്റേതായ രീതിയിൽ അവരെ ഡീൽ ചെയ്യണം. ഇപ്പം നമ്മൾ ഈ പെർസ്പെക്റ്റീവ്സ് ഒക്കെ അച്ഛൻ്റെ മനസ്സിലാക്കിയത് ഒരുപാട് കാര്യങ്ങൾ നമ്മളത് കാണും. ഓരോരുത്തരും എങ്ങനെ ഡീൽ ചെയ്യണം, സംയമനം പാലിക്കേണ്ട സ്ഥലത്ത് സംയമനം പാലിക്കണം. അപ്പം അപ്പൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, പോലീസിൻ്റെ ഒരു മോട്ടോ അതാണ്, അതായത് മൃദു ഭാവേ ദൃഢകൃത്യ. അപ്പോൾ അതുതന്നെയാണ് എപ്പോഴും നമ്മൾ നമ്മുടെ ലൈഫിൽ കൊണ്ട് നടക്കേണ്ട ഒരു സംഗതി. അപ്പോൾ ഇതൊക്കെ നമ്മൾ വീട്ടിൽ ഡിസ്കസ് ചെയ്യും. അതായത് ഇപ്പോൾ പൂരത്തിന് എന്തുകൊണ്ട് ആൾക്കാർ വഴക്കുണ്ടാക്കുന്നു, അപ്പോൾ പോലീസ് അവിടെ എന്ത് ചെയ്യണം, അപ്പോൾ പോലീസ് അവിടെ ആദ്യമേ കയറി തല്ലുകയാണോ, പോലീസ് ചീത്ത വിളിക്കാൻ പാടുന്നുണ്ടോ, എപ്പോഴാണ് പോലീസ് ലാത്തി ചാർജ് ചെയ്യേണ്ടത്. അപ്പോൾ ഞങ്ങൾ ഈ ഡിസ്കഷൻ വീട്ടിലുണ്ടാവാറുണ്ട്. അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നാറ്, ഞാനൊരു ഓഫീസറായി വന്നു കഴിഞ്ഞാലും ഞാൻ മറ്റു പോലീസുകാരെ അങ്ങനെ സെൻസിറ്റൈസ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു ബാലൻസിൽ മുന്നോട്ട് കൊണ്ടുപോകണം. പ്രത്യേകിച്ച് ഒരു വർക്ക് ലൈഫ് ബാലൻസ് പോലീസുകാർക്ക് കൊടുക്കണം എനിക്ക് തോന്നാറുണ്ട്. ആ ജോബ് അലോക്കേഷൻ യൂണിഫോം ആക്കണം കുറച്ചുകൂടി. അറ്റ്ലീസ്റ്റ് അവർക്ക് ഫാമിലിയോട് കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അവർ ചിലപ്പോൾ കുറച്ച് മൈൻഡ് റിലാക്സ്ഡ് ആയി കഴിഞ്ഞാൽ നല്ലപോലെ പെർഫോം ചെയ്യുമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. എനിക്കൊന്ന് നമ്മൾ ഈ കേരള പോലീസ് എന്ന കുറേ സിനിമയൊക്കെ വന്നപ്പോഴാണ് നമുക്ക് ശരിക്കും ഒരു പോലീസുകാരന് മാത്രം ഒരു പോലീസ് ഫാമിലിയുടെ സ്ട്രെസ്സും അവിടെ ഒരു കമ്മിറ്റ്മെൻറ്റ് അങ്ങനത്തെ ഒക്കെ നമുക്ക് കാണാൻ പറ്റിയത്. അതെ. അല്ലെങ്കിൽ നമ്മൾ പണ്ട് കാണുന്ന സിനിമയിൽ മുഴുവൻ മോഹൻലാൽ ഭീമൻ്റെ ഒക്കെ പോലീസ് അടിച്ചിട്ട് തല്ലുന്നതാണ്. ഇപ്പോഴാണ് കുറച്ച് പോലീസിൻ്റെ ഒരു നല്ല സിനിമകൾ വന്നത്. എനിക്കൊന്ന് അലക്സിന് തന്നെ സ്റ്റാറ്റസ് ആയിരുന്നു തോന്നുന്നു. അലക്സിനെ തൃശ്ശൂർ കമ്മീഷണർ ഇലാങ്കോ സാറ് ഒരു 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 എനിക്ക് തോന്നുന്നൊരു ഒരു റെക്കഗ്നീഷൻ തന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു ഫ്രെയിം വളരെ വളരെ സന്തോഷകരമായൊരു ഫ്രെയിമാണ്. അലക്സ് ഉണ്ട്, ഇലാങ്കോ സാറുണ്ട്, അലക്സിൻ്റെ അച്ഛനുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ ഉള്ളിലൊരു പ്രത്യേക ഒരു സന്തോഷം അന്നൊരു ദിവസം ഉണ്ടായിട്ടുണ്ടാവും. ആ ഒരു സിറ്റുവേഷൻ ഒന്ന് പറയൂ. അപ്പോൾ പിന്നൊരു സ്റ്റോറി ഉണ്ട്. ഇപ്പോൾ ഇളങ്കോ സാറ് ഞാൻ റീസെൻ്റ്ലി കോണ്ടാക്ട് ചെയ്തതാണ്. വളരെ നല്ലൊരു മികച്ച ഓഫീസറാണ്, വളരെ സൗമ്യനായ, എന്നാൽ വളരെ എന്താ പറയുക വിശുദ്ധത്തോട് കാര്യങ്ങൾ നോക്കി കാണുന്ന വ്യക്തിയാണ്. പക്ഷേ ഇതിൽ അപ്പനെ അന്ന് അവിടേക്ക് കൊണ്ടുപോകാൻ, അപ്പോൾ ഞാൻ കുറച്ചൊരു സാറിനെ വിളിച്ചു കോണ്ടാക്ട് ചെയ്തു, സാർ എനിക്കിങ്ങനെ കിട്ടി. ഇപ്പോൾ സാധാരണ ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. പക്ഷേ ഇതിനൊരു കഥയുണ്ടായിരുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻപ് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ എനിക്കൊരു സിവിൽ സർവീസ് എന്നുള്ളൊരു താല്പര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട ക്യാമ്പുകൾ, അതിൻ്റെ ക്ലാസ്സുകൾ, ഇതൊക്കെ ഒരു ചാൻസ് കിട്ടി ഞാൻ പോയി അറ്റൻഡ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഒരു തവണ ഒരു ക്യാമ്പ് നടക്കുന്ന സമയത്ത് ഒരു ക്യാമ്പ് ഡയറക്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ ക്യാമ്പ് ഡയറക്ടർ ഉയർന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാണ്, പോലീസല്ല. അപ്പോൾ അദ്ദേഹം ക്യാമ്പിലെ കുട്ടികളെല്ലാവരും സംസാരിക്കുന്ന സമയത്ത് ഓരോരുത്തരും സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഓരോരുത്തരും ഇങ്ങനെ സ്ഥലം ഇതാണ്, പാരൻസ് ഇന്ന ജോലി ചെയ്യുന്നു, പാരൻസ്. അപ്പോൾ കുറേ പേര് എഞ്ചിനീയേഴ്സാണ്, ഡോക്ടേഴ്സാണ്, വിദേശത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരുടെ മക്കൾ. അപ്പോൾ ഒരു അപ്പർ മിഡിൽ ക്ലാസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഒരുപാട് പേര്. അപ്പോൾ ഞാൻ അടുത്ത് വന്ന സമയത്ത് ഞാൻ പറഞ്ഞു എൻ്റെ അപ്പച്ചൻ പോലീസാണ്, ഹെഡ് കോൺസ്റ്റബിൾ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതുവരെ പുള്ളി എൻ്റെ തോളത്ത് കൈയിട്ട് വെച്ചിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പുള്ളി കൈവിട്ട് പോയി, പിന്നെ എന്നെ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ അത് ചിലപ്പോൾ എനിക്ക് തോന്നിയതായിരിക്കാം. അത് എത്രമാത്രം എന്താണ് അതിൻ്റെ പിന്നിലുള്ള ഒരു കാര്യം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കുഞ്ഞു മനസ്സിലൊരു ചെറിയൊരു നൊമ്പരം എന്ന് പറയില്ല. അപ്പോൾ അതുപോലെ ഒരു സാധനം വന്നു. അപ്പോൾ ഇത് കിട്ടിയപ്പോൾ ഞാൻ തോന്നി, എന്നാൽ പിന്നെ ഇപ്പോൾ പോലീസുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അപ്പോൾ നമ്മൾ ഈ പോലീസ് സിസ്റ്റത്തിനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഗ്രൗണ്ട് ലെവലിൽ വർക്ക് ചെയ്യുന്ന ഈ കോൺസ്റ്റബിൾസ്, ഹെഡ് കോൺസ്റ്റബിൾസ്, അവരാണ് ഇതിൻ്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അവരാണ് അവർ വഴിയാണ് നമ്മൾ ഈ കാര്യങ്ങൾ കൂടുതൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സബ് ഇൻസ്പെക്ടർ മുതൽ താഴെയുള്ള ആൾക്കാർ വരെ. അപ്പോൾ അവരെ മറന്നുകൊണ്ട് ഒരിക്കലും നമ്മളത് ചെയ്യരുത്. അപ്പോൾ എനിക്ക് തോന്നി, അപ്പോൾ അപ്പനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സ്റ്റേജിൽ, അതായത് കമ്മീഷണറുടെ കൂടെ വന്നൊരു ഫോട്ടോ എടുക്കുക. എനിക്ക് തോന്നുന്നു അതിന് മുമ്പ് അങ്ങനത്തെ ഒരു ഫോട്ടോ ഒരു പക്ഷേ അപ്പൻ്റെ റിട്ടയർമെൻറ്റിനായിരിക്കും ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ അതിനൊരു ചാൻസ് ഒരുക്കി കൊടുക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. അമ്മയ്ക്കും വരാനൊരു ചാൻസ്. ഓഫീസിലേക്ക് ഒന്ന് കയറണമെങ്കിൽ തന്നെ ഒത്തിരി പൊതുവെ കൂടുതലും സബ് ഇൻസ്പെക്ടർമാർ കമ്മീഷണർമാരുടെ ഓഫീസിൽ പോകാതിരിക്കാനാണ് ശ്രമിക്കുക. അപ്പോൾ കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വർക്ക് പ്രഷറുകൾ ഉണ്ടാവും. ഇതെന്തായിരുന്നു ഇതൊന്നും ഇല്ലാതെ ഒരു സ്ഥലത്തേക്ക് വരാൻ സാധിച്ചല്ലോ. അതപ്പോൾ ഇളങ്കോ സാറിനെ പോലത്തെ ഒരു സാറായിരുന്നപ്പോൾ സാറും വളരെ കാര്യത്തോടെയാണ് അപ്പച്ചനോട് സംസാരിച്ചതും ആ ഒരു റിട്ടയർഡ് പോലീസുകാരനോടുള്ള ഒരു സ്നേഹവും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു നല്ല മൊമെൻ്റ് ആയിരുന്നു. അലക്സ്, ഇതൊരു ഒരു ഒരു സിനിമ ക്ലൈമാക്സ് പോലെ ആയിരുന്നല്ലേ? നമ്മുടെ ഇവിടെ പ്രിപ്പറേഷന് വന്നു, കോഴ്സുകൾ ചെയ്തു, ആദ്യം 299 റാങ്ക് കിട്ടി, സർവീസിൽ കയറി, പിന്നെ സർവീസിൽ നിന്ന് പല പ്രാവശ്യം ട്രൈ ചെയ്തു. ലാസ്റ്റ് സർവീസിൽ ഫൈനൽ അറ്റംപ്റ്റിൽ എനിക്കൊന്ന് അലക്സ് അന്ന് പറഞ്ഞ ഓർമ്മയുണ്ട്, സർവീസിൽ കയറി പക്ഷേ യാത്ര ഇനിയും തുടരും, IPS എന്ന ലക്ഷ്യമായിട്ട്. അപ്പോൾ ഒരു ക്ലൈമാക്സ് പോലെ IPSൽ തന്നെ വന്ന് നിന്നു. പക്ഷേ ഇതിപ്പം കേൾക്കുമ്പോൾ രസമുണ്ട്, പക്ഷേ ഇതൊരു വലിയൊരു യാത്രയായിരുന്നു. ഇവിടെ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അന്ന് അലക്സ് പറഞ്ഞൊരു സാധനമാണ്, അതായത് ഫസ്റ്റ് അറ്റംപ്റ്റിലൊക്കെ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ആ കോവിഡിൻ്റെ സമയത്തൊക്കെ അലക്സ് ശരിക്കും കഷ്ടപ്പെട്ടിരുന്നു. ഇപ്പം ഏതോ ഒരു കുടുസു മുറിയിലിരുന്ന് രാവിലെ തൊട്ട് വൈകിട്ട് വരെ പഠിക്കുക. ആകെ ഒരു 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 കോള് വിളിക്കുന്നത് അമ്മേനെ വിളിച്ച് എന്ത് പഠിക്കാന്ന് അമ്മയോട് പറയാണ്. അമ്മയ്ക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല, അമ്മ ഇത് ഫുള്ളും കേൾക്കും. പിന്നെ ഇതിൻ്റെ കഷ്ടപ്പാടൊക്കെ കണ്ടിട്ട് പേരൻസ് പറഞ്ഞു നീ നിർത്തിങ്ങ് പോര്. അപ്പോൾ ആ ഒരു ജേണി ഒന്ന് പറയുമോ? അതായത് ഇപ്പം IPS അലക്സിനെയാണ്, പക്ഷെ അതിനു മുമ്പ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു അലക്സ് ഉണ്ടായിരുന്നു. ആ അലക്സിനെ പറ്റിയിട്ടൊന്ന് പറയുമോ? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ വരുന്നത് 18ലാണ് ഐലൻഡിൽ വരുന്നത്. അന്ന് ഐലൻഡിൽ വരുമ്പോൾ ഒരുപാട് പേര്, 150 പേരിലൊരു ക്ലാസ് റൂം, നമ്മളെല്ലാവരും വന്നിരിക്കുന്നു. എല്ലാവരുടെ എന്നെ സംബന്ധിച്ച് എല്ലാവരുടെ ആഗ്രഹം IAS, എൻ്റെ ആഗ്രഹം IPS. അങ്ങനെയാണ് ഞാനവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ വന്നിരിക്കുന്നു, പഠിക്കാൻ തുടങ്ങുന്നു, പുതിയ കുറേ സബ്ജക്ട്സ്. ആദ്യം ഒരു ഇൻട്രസ്റ്റിംഗ് ആണിത് പഠിക്കാനായിട്ട്, പക്ഷെ ഒരുപാട് സ്ട്രഗിൾ ഉണ്ട്. പത്രം വായിക്കാൻ 3 മണിക്കൂർ എടുത്ത ദിവസങ്ങൾ, ഇത് പഠിച്ച് തീരുന്നില്ലല്ലോ എന്നുള്ളൊരു തോന്നൽ, പഠിച്ച ഭാഗങ്ങൾ മറന്നുപോയി എന്നുള്ളൊരു തോന്നൽ. ഇപ്പോൾ പൊളിറ്റിയൊക്കെ പഠിച്ചു, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പഠിച്ചു, ചോദ്യം ചെയ്തു, അത് മുഴുവൻ തെറ്റി. അപ്പോൾ നമ്മൾ ഒരുപാട് സെൽഫ് ഡൗട്ട് അടിച്ച ദിവസങ്ങളിൽ ഐലൻഡിൽ ക്ലാസ് ടെസ്റ്റ് എടുക്കും. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഉണ്ട് അർഷാദ്, ഞാൻ അർഷാദ്, ശ്രീനാഥ്. അപ്പോൾ ഞങ്ങളൊരു ഗ്രൂപ്പുണ്ട്, ഖത്തറിൽ നിന്ന് എല്ലാവരും ജോലി രാജിവെച്ച് ഇവിടേക്ക് വന്ന് ഐലൻഡിൽ ജോയിൻ ചെയ്തൊരു ഗ്രൂപ്പ് ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ ഐലൻഡിലെ ക്ലാസ് ടെസ്റ്റിൽ ടോപ്പ് 3 വന്നൊരു സമ്മാനം കിട്ടും, ഒരു ചെറിയ ബുക്കാണ്. അപ്പോൾ അതെങ്ങനെയും മേടിക്കണം. അതിനുവേണ്ടി നമ്മൾ ചത്ത് കിടന്ന് പരിശ്രമിക്കുക, എന്നാൽ എന്ത് ചെയ്താൽ കിട്ടില്ല. എനിക്കിതേവരെ സാധനം കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മളെങ്ങനെ ഒരു സ്ട്രഗിളൊക്കെ ആയിട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെയാണ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ എങ്ങനെയോ ഭാഗ്യം കൊണ്ട് ഇൻ്റർവ്യൂ വരെ എത്തി, പക്ഷേ കിട്ടിയില്ല. സെക്കൻഡ് അറ്റംപ്റ്റ് വന്നു, കോവിഡ് വന്നു. അപ്പോൾ ഇവിടുത്തെ ഒരു ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഡിസ്റ്റർബ്ഡായി, ഹോസ്റ്റലൊക്കെ മാറേണ്ടി വന്നു. വീണ്ടും കിട്ടിയ ഹോസ്റ്റൽ അത്ര നല്ലതായിരുന്നില്ല. ആസ്പിരൻ്റ് കമ്മ്യൂണിറ്റി ഇവിടെ നിന്ന് ഡിസ്പേഴ്സ്ഡായി. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ആ ഒരു എന്താ പറയുക, ഒരു എനർജി കുറഞ്ഞു വന്നു തുടങ്ങി ഇവിടെ. അപ്പോഴാണ് ആ മുറിയിൽ ഒറ്റയ്ക്കായി എന്നൊരു തോന്നൽ. പക്ഷേ പ്രഷറാണ്, കാരണം നമ്മൾ ഒരു അറ്റംപ്റ്റ് കഴിഞ്ഞു, അടുത്ത അറ്റംപ്റ്റിലേക്ക് പോകുന്നു, സെൽഫ് ഡൗട്ട് വരാൻ തുടങ്ങി. ഇത് കിട്ടുമോ കിട്ടില്ല, ഇനി എന്ത് ചെയ്യും. അപ്പോൾ അന്ന് ചെറിയൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഗോകുല്, ഇവിടെ എൻ്റെ ബാച്ച്മേറ്റ് ആയിരുന്നു. അപ്പോൾ ഗോകുല് പറയും, എടാ കിട്ടിയ നീ മിമിക്രി ചെയ്യുന്ന ഗോകുലാണോ? നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നു നമ്മുടെ. അപ്പോൾ അവനിങ്ങനെ പറയാം, അതായത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ മസൂറി, ഇല്ലെങ്കിൽ നീ ഫാക്കൽറ്റി, നീ നേരെ ഐലൻഡിൽ വന്നോ എന്ന് പറയും. അവരത് അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു മാനസികമായിട്ട് അവനറിഞ്ഞൂടെ ഇവിടെ എനിക്ക് ജോലി കിട്ടുമല്ലോ എന്ന്. പക്ഷേ അങ്ങനത്തെ ഒരു അഷുറൻസൊക്കെ ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ആ സെക്കൻഡ് അറ്റംപ്റ്റിൽ പോകുന്നത്. സെക്കൻഡ് അറ്റംപ്റ്റ് വളരെ സ്ട്രെസ്ഫുള്ളായിരുന്നു ഈ ഒരു പീരീഡിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ നമ്മൾ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുക. അപ്പോൾ നേരത്തെ പറഞ്ഞു, ഞാൻ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞിട്ട് അപ്പനും അമ്മേൻ്റെ അടുത്ത് പറയും, അന്നാ നീ തിരിച്ചു വന്നോന്ന് പറയും. പക്ഷെ അപ്പോഴും ഞാൻ ആലോചിക്കുന്നത് അറിയാം, ഈ പരിപാടിക്ക് ഇറങ്ങിയത് ഞാൻ ഇറങ്ങി തിരിച്ചിട്ട് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ വന്നതാണ്. അതും ഗൾഫിൽ നിന്ന് കഴിഞ്ഞ് വന്നപ്പോൾ ആസ് എൻ ഇൻഡിവിജ്വൽ ഞാൻ ആലോചിക്കുന്നത്, അവർ തൽക്കാലം ഇപ്പം അങ്ങനെ പറയും, നമുക്കത് കേൾക്കാനുള്ള സമയമില്ല. ഈ 3 മാസം വേറെ ഒന്നിനെ പറ്റിയും ചിന്തിക്കരുത്. ജസ്റ്റ് ഫോക്കസ് ഓൺ യുവർ സ്റ്റഡീസ്, പഠിക്കുക,
നമ്മൾ ഈ ചെയ്യുന്ന സെയിം പ്രോസസ്സ്, എക്സാമ്പിൾ, ഡാറ്റ, കേസ് സ്റ്റഡി, ഇതെല്ലാം കൂടി ഉത്തരത്തിലേക്ക് കൊണ്ടുവരുന്നു, റിവൈസ് ചെയ്യുന്നു, ജോഗ്രഫി എഴുതുന്നു, GS എഴുതുന്നു, എസ് എഴുതുന്നു, സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നു. ഉറക്കമില്ലാത്ത രാത്രികൾ, ഒരു കൈൻഡ് ഓഫ് ഇൻസോമിനിയ കൈൻഡ് ഓഫ് സിറ്റുവേഷനാണ്. 3 മണി വരെ ഇരുന്ന് പഠിക്കുന്നു, 4 മണി വരെ ഇരുന്ന് പഠിക്കുന്നു, ഉറങ്ങാൻ നോക്കുന്നു, വീണ്ടും രാവിലെ 8 മണിക്ക് എഴുന്നേൽക്കുന്നു വേറെ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോസസ്സായിരുന്നു. പക്ഷേ ദാറ്റ് വാസ് എ ഗുഡ് ഫൗണ്ടേഷൻ ഫോർ മീ. ആ ഒരു ഫൗണ്ടേഷൻ്റെ പുറത്താണ് പിന്നീടുള്ള സക്സസീവ് അറ്റംപ്റ്റ്സ് എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഇതിപ്പോൾ ഒരു സിനിമാ കഥ എന്ന് പറയുന്നുണ്ടെങ്കിലും കുറേ ഒരു ലക്ക് ഫാക്ടർ ഉണ്ട്. ഇപ്പോൾ ഇത്തവണയും ഈ ഒരു പരീക്ഷ ഇങ്ങനെ കിടക്കും എന്നുള്ളത്, ഇപ്പോൾ ഞാൻ പഠിച്ചിട്ടുണ്ടോയെന്ന് വെച്ചാൽ ഞാൻ പഠിച്ചിട്ടുണ്ട്, എഫേർട്ട് ഇട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ ഒപ്പം തന്നെ എഫേർട്ട് ഇട്ട് ഒരുപാട് പേരെ അറിയാം. നമ്മളന്ന് അവർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, ഈ ജേണിയിൽ ഉണ്ടായിരുന്നു. 1-2 മാർക്കിൻ്റെ വ്യത്യാസത്തിൽ നഷ്ടപ്പെട്ടു. പക്ഷെ ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ പ്രോസസ്സിൽ ആത്മാർത്ഥമായിട്ട് എഫേർട്ട് ഇട്ടിട്ടുള്ള വ്യക്തികൾ 90% അവർ ക്ലിയർ ആവും. എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഞാൻ പറയാം, എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്ന ജിതിൻ കൃഷ്ണൻ, അശ്നി, അപ്പോൾ ഇവരൊക്കെ നല്ലോണം ആ ഇതിൽ പഠിച്ചു. എൻ്റെ കൂടെ PCM ഒരുമിച്ചിരുന്ന് പഠിച്ച ആൾക്കാരാണ്. എല്ലാവരും ക്ലിയർ ചെയ്ത് പോയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളവർ ദേ വിൽ റീച്ച് സംവെയർ ഗുഡ്. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് ശ്രീനാഥ്, അപ്പോൾ അവൻ 2 തവണ എഴുതി കിട്ടിയില്ല. അവൻ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ RBI ഗ്രേഡ് B എഴുതിയിട്ട് ലൈക്ക് RBIയിൽ ജോയിൻ ചെയ്തു. സെബി, നബാർഡ് പോലുള്ള എക്സാമുകൾ എഴുതുന്ന ആൾക്കാർ. സോ ഒന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ലൈക്ക് യു വിൽ ഗെറ്റ് ഇൻ ടു എ സക്സസ്ഫുൾ പൊസിഷൻ ഓർ യു വിൽ ബിക്കം എ വൈസർ മാൻ. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, യു വിൽ ഫൈൻഡ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ യുവർ സെൽഫ്. പക്ഷേ എന്താ വെച്ചാൽ ഇതിൽ നല്ല എഫേർട്ട് ഇടണം, ഉഴപ്പരുത് ഇവിടെ വന്നിട്ട്. അതിലാണ് മിസ്റ്റേക്ക്. അതായത് ഇപ്പം നമ്മുടെ ഓഡിയൻസിൽ കുറേ പേരിങ്ങനെ സെൽഫ് ഡൗട്ട് കൊണ്ടിരിക്കുന്നുണ്ടാവും. ചിലപ്പോൾ അവരുടെ സർക്കംസ്റ്റാൻസ് ഫേവറബിൾ അല്ലായിരിക്കും, ചിലപ്പം അവരുടെ ഫാമിലിയിൽ അങ്ങനെ സിവിൽ സർവീസോ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവില്ല, സപ്പോർട്ട് കിട്ടും ഡൗട്ട്. ഇവരോടൊക്കെ അലക്സിന് പറയാനുള്ളൊരു സ്ട്രോങ് മെസ്സേജ് എന്താ? ഇപ്പം ഞാൻ എൻ്റെ കാര്യം പറയാം. ഞാൻ ഒരു ഓൾ ഇന്ത്യ പരീക്ഷ വരേക്ക് പാസ്സായിട്ടില്ല. ഇപ്പോൾ നമ്മൾ അങ്ങനെയുള്ള കമ്പയർ ചെയ്യുക, നമ്മളൊരു ഓൾ ഇന്ത്യ ലെവൽ എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് ഞാൻ IIT JEE 2 തവണ എഴുതി, 2 തവണയും ക്വാളിഫൈ ആയില്ല. AIEEE ഓൾ ഇന്ത്യ എഞ്ചിനീയറിംഗ് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു NIT പഠിക്കണമെന്ന്. അതിൽ ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയ റാങ്ക് ഫോൺ നമ്പർ പോലത്തെ റാങ്കായിരുന്നു, 10 ഉണ്ടായിരുന്നു. അപ്പോൾ അതും എനിക്ക് കിട്ടിയില്ല. അപ്പം ഞാൻ ഈ പ്രോസസ്സിന് വരുമ്പോൾ ഞാൻ ആലോചിക്കുന്നത്, ഇതൊന്നും ഇല്ലാതെ ഞാൻ എങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്. അപ്പോൾ എനിക്കൊരു കാര്യം വെച്ചാൽ, നമ്മുടെ പാസ്റ്റ് മാറ്റർ ചെയ്യുന്നില്ല. പ്രൊവൈഡഡ് യു ആർ ഗോയിങ് ടു പുട്ട് എഫേർട്ട് ഇൻ ടു ദിസ്, ലൈക്ക് യു ആർ ഗോയിങ് ടു ഡെഡിക്കേറ്റ് യുവർ സെൽഫ് ഇൻ ടു ദിസ് പ്രോസസ്. നമ്മൾ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടായിരിക്കില്ല. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ബുദ്ധിയുടെ പരീക്ഷയല്ല, ഇതിലൊരുപാട് കോമൺ സെൻസ് എലമെൻറ്റ്സ് ഉണ്ട്. നമ്മൾ എങ്ങനെ ആ സിറ്റുവേഷൻ ടാക്കിൾ ചെയ്യുന്നു. ഇപ്പോൾ പ്രിലിംസ് തന്നെ 2 മണിക്കൂർ കൊണ്ട് നിങ്ങൾ എങ്ങനെ ആ ക്വസ്റ്റ്യൻസ് ടാക്കിൾ ചെയ്യുന്നു. അത് എല്ലാ ചോദ്യം ആരും അറിഞ്ഞിട്ടല്ല എഴുതുന്നത്. ഒരുപാട് ബുദ്ധിയും ഓർമ്മയും കുറേ പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ള വ്യക്തികളും അല്ല. അപ്പോൾ നിങ്ങൾ കയറിയ ആൾക്കാർ തന്നെ, ഈ സിവിൽ സർവീസ് ക്ലിയർ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ തന്നെ നോക്കിയാൽ മനസ്സിലാവും, വളരെ മിഡിൽ ക്ലാസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് സാധാരണ പോലെ പഠിച്ചു വരുന്ന ഒരുപാട് ആൾക്കാർ കയറുന്നുണ്ട്. വിച്ച് മീൻസ് ദാറ്റ്, പക്ഷെ അവരെ എഫേർട്ട് ഇട്ടിട്ടുണ്ട് പഠിക്കാനും മനസ്സിലാക്കാനും. അതിട്ട് കഴിഞ്ഞാൽ അത് കിട്ടും. ഒരു 2 വർഷത്തെ നല്ലൊരു എഫേർട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൽ കയറിപ്പോവും. പിന്നെ IAS കിട്ടുമോ IPS കിട്ടുമോ, വിചാരിച്ച കേഡർ കിട്ടുമോ, അതൊക്കെ ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. നമ്മുടെ കയ്യിലത് നിൽക്കുന്ന പരിപാടിയല്ല. ബട്ട് നിങ്ങൾക്ക് എന്താ പറയുക, ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനോ ആയിട്ട് മാറാൻ പറ്റും. അതായത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ കയറി അലക്സ് അല്ല ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. അലക്സിൻ്റെ പ്രിപ്പറേഷൻ ഫുള്ളും വളരെ നന്നായിട്ട് ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം അലക്സ് ഇങ്ങോട്ടുള്ള ജേർണിയിൽ കുറേ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ഇതിങ്ങനെ ചെയ്യണം, ഇതിങ്ങനെ ചെയ്താലാണ് കൂടുതൽ ഔട്ട്പുട്ട് വരിക. നമ്മൾ ഓഡിയൻസായിട്ട് അതൊന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ പ്രിലിംസ് മെയിൻസ് ഇൻ്റർവ്യൂവിൽ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ, ഇപ്പം നമ്മൾ പ്രത്യേകിച്ച് ഫസ്റ്റ് അറ്റംപ്റ്റിലൊക്കെ ചെയ്യുന്നത് വെറുതെ കുറേ മെറ്റീരിയൽസിൻ്റെ പുറകിലൊക്കെ പോകും. കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഒന്ന് പറയുമോ? ഇപ്പോൾ പ്രിലിംസിൽ ഞാനൊരു കാര്യം പറയാം. ഞാൻ എൻ്റെ ഒരു സ്ട്രാറ്റജി പറയും ഈ മൾട്ടിപ്പിൾ പ്രിലിംസ് ക്ലിയർ ചെയ്യാനായിട്ട്. പ്രിലിംസിൽ കുറച്ച് ബേസിക് സബ്ജക്ട്സ് ഉണ്ട്. ഇപ്പോൾ പൊളിറ്റി, എക്കണോമി, മോഡേൺ ഇന്ത്യ, എൻവയോൺമെൻറ്റ്. 60 ചോദ്യങ്ങൾ ഈ 4 സബ്ജക്റ്റിൽ നിന്ന് കവറാവും, ചെറിയ ചെറിയ വേരിയേഷനോടുകൂടി. ഈ 4 സബ്ജക്ട്സ് ഒരിക്കലും മിസ്സാക്കരുത്. ഇതിൻ്റെ ഒരു ബേസിക് പ്ലസ് അഡ്വാൻസ്ഡ് ലെവലിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ കിട്ടണം. എല്ലാ ചോദ്യവും ചെയ്യാൻ കിട്ടണമെന്നില്ല. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് എക്കണോമിയിൽ നിന്ന് ഒരു 15 ചോദ്യം ചോദിച്ചാൽ 3 നിങ്ങൾക്ക് കിട്ടാത്തതായിരിക്കും, അത് ഒഴിവാക്കുക, ബാക്കിയുള്ളത് ചെയ്യാം. അങ്ങനെ എല്ലാ സബ്ജക്റ്റും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നമുക്ക് പ്രിലിംസിൽ കയറാനുള്ളൊരു മാർക്ക് കിട്ടും. പിന്നെ ഇത് കൂടാതെ മറ്റു കുഞ്ഞു കുഞ്ഞു സബ്ജക്റ്റ് ഉണ്ട്. ഇപ്പോൾ ജോഗ്രഫി,
ആർട്ട് ആൻഡ് കൾച്ചർ, കുറച്ച് മിഡീവൽ ആൻഡ് ആൻഷ്യൻ ഹിസ്റ്ററി, പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി. ഇതും ചെറിയ രീതിയിൽ ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് പഠിച്ചു. ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമില്ല, പക്ഷേ എന്നാൽ നേരത്തെ കൊടുത്ത 4 പകുതി ഇമ്പോർട്ടൻസ് ഇതിന് കൊടുക്കുക. പിന്നെ കറണ്ട് അഫയേഴ്സ് ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മെറ്റീരിയൽ ഫോളോ ചെയ്യുക. റെഗുലറായിട്ട് പത്രം വായിക്കുന്നുണ്ടാവുന്ന അസ്യൂം ചെയ്യാം, പിന്നെ ഒരു മെറ്റീരിയൽ കൂടി ഫോളോ ചെയ്യുക. വേറെ കാര്യമായിട്ട് പഠിക്കേണ്ട കാര്യമില്ല. കാരണം കറണ്ട് അഫയേഴ്സ് അത്ര അധികം ഉണ്ട്, അത്ര അധികം ചോദ്യങ്ങളും കറണ്ട് അഫയേഴ്സിൽ നിന്ന് വരാൻ പോകുന്നില്ല. ഇപ്പോൾ നമ്മളൊരു കറണ്ട് അഫയേഴ്സിന് 3 ചോദ്യം മിസ്സാക്കിയാലും നമ്മൾ ഈഗോ ഹർട്ട് ആവേണ്ട കാര്യമില്ല. അത് അവരെവിടെന്നെങ്കിലും കൊണ്ടുവരുന്നതായിരിക്കും. ലെറ്റ് ഇറ്റ് ഗോ. നമുക്ക് ആവശ്യം ഒരു ഇപ്പോഴത്തെ കട്ട് ഓഫ് അനുസരിച്ച് ഒരു 90-95 മാർക്ക്. അത് കിട്ടാനായിട്ടൊരു 50 ചോദ്യം കറക്റ്റാക്കിയാൽ മതി. അത്രേ നമുക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ. ഈ ഒരു ആറ്റിറ്റ്യൂഡോട് കൂടിയിട്ട് പ്രിലിംസിന് അപ്രോച്ച് ചെയ്യുക. ബേസിക് ബുക്സ് മാത്രം പഠിക്കുക. ഇപ്പോൾ NCERTs പഠിക്കുക, ലക്ഷ്മികാന്ത് പഠിക്കുക. പിന്നെ നമുക്ക് അത്യാവശ്യം ടെസ്റ്റ് സീരീസ് എന്ന് വരുന്ന കണ്ടന്റ് പഠിക്കുക. ടെസ്റ്റ് സീരീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടെസ്റ്റ് സീരീസ് PYQs. ടെസ്റ്റ് സീരീസും ഒരുപാട് ടെസ്റ്റ് സീരീസിൻ്റെ പിന്നാലെ പോകണ്ട. മാക്സിമം 2 ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ടെസ്റ്റ് സീരീസ് എടുക്കുക. ടെസ്റ്റ് സീരീസ് റിവൈസ് ചെയ്യുക. PYQs കഴിഞ്ഞ ഒരു 20 വർഷത്തെ PYQs സോൾവ് ചെയ്യുക. അപ്പോൾ നമുക്ക് UPSCയുടെ ഒരു എങ്ങനെയാണ് അവർ ഫോക്കസ് ചെയ്യുന്നതെന്ന് മനസ്സിലാവും. നമുക്ക് വേറെ ഒന്നും അറിയില്ലല്ലോ. ഇപ്പോൾ കീ അറിഞ്ഞുകൂടെ, നമുക്ക് സിലബസിനെ പറ്റി ഒരു വേറെ ഒന്നും പറയുന്നില്ല. ഇതാണ് പ്രിലിംസിൽ ചെയ്യേണ്ട ഒരു സംഗതി. ഇത് ചെയ്താൽ പ്രിലിംസ് കിട്ടും. ഇടയ്ക്ക് ഒരു കാര്യം അലക്സ് തന്നെ പോയിന്റ് ഔട്ട് ചെയ്തതാണ്, ആ പ്രിലിംസ് ടാക്കിൾ ചെയ്യുന്ന ഒരു രീതിയില്ലേ അല്ലേ? ഒരു അലക്സ് തന്നെ പറഞ്ഞൊരു നമ്മളൊരു പസിൽ സോൾവ് ചെയ്യുന്ന പോലെ ആയിരിക്കണം എന്ത് ചെയ്യുക, പ്രിലിംസ് ടാക്കിൾ ചെയ്യുക. അതിനെ പറ്റിയിട്ടും കൂടെ ഒന്ന് പറയുമോ? അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പഠിച്ചത് ഐലേൺ തന്നെയാണ്. ഐലേണിൽ ആക്ച്വലി അതിന് ഹെൽപ്പ് ചെയ്ത രണ്ട് കാര്യങ്ങളുള്ളത്. ഒന്ന് സിബിൽ മൻഹ എന്ന് പറഞ്ഞ എൻ്റെ ഒരു മെൻറ്റർ ഉണ്ടായിരുന്നു. 2 ഇവിടെ ഐലേണിൽ തന്നെ തിയറി ഓഫ് പ്രിലിംസ് എന്ന പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ സിബിൽ എന്നെ വിളിച്ചിരുത്തിയിട്ട്, സിബിലിൻ്റെ ആക്യുറസി ഭയങ്കര കൂടുതലാണ്. അപ്പോൾ സിബിൽ എന്നോട് പറയും, നീ എങ്ങനെയാണ് ഈ ഓരോ ഓപ്ഷനെ എലിമിനേറ്റ് ചെയ്തത്? അപ്പോൾ എന്നെ വിളിച്ചിരുത്തി ഒരു ഫുൾ ലെങ്ത് ടെസ്റ്റ് എടുത്തിട്ട്, ഓക്കെ നീ ഇത് എന്തുകൊണ്ടാണ് എലിമിനേറ്റ് ചെയ്യുന്നത്, ഇതെങ്ങനെ എലിമിനേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ചിലപ്പോൾ മണ്ടത്തരം ലോജിക്കായിരിക്കും. അപ്പോൾ പറയാം, ആ ലോജിക്കല്ല ഉപയോഗിക്കേണ്ടത്, ഈ ലോജിക്കാണ് ഉപയോഗിക്കേണ്ടത്. ആ ലോജിക്ക് എങ്ങനെയാണ് വന്നത്? കഴിഞ്ഞ 5-6 വർഷം കൊണ്ട് ഉള്ള എക്സ്പീരിയൻസ് അയാൾക്ക് കിട്ടിയ ലോജിക്കാണ്. അത് അയാൾ എനിക്ക് പകർന്നു തന്നു. അത് എനിക്ക് ഉണ്ടാവണമെങ്കിൽ ഞാൻ 6 വർഷം ഈ പ്രോസസ്സിലിരിക്കണമായിരുന്നു. പക്ഷേ അത് ഒറ്റയടിക്ക് ബൈപ്പാസ് ചെയ്ത് നമുക്ക് കിട്ടുകയാണ്. അത് ഒരു ഫാക്ടറാണ്. രണ്ടാമത്തത് ഇപ്പോൾ തിയറി ഓഫ് പ്രിലിംസ് ഉള്ള പ്രോഗ്രാംസ്. അപ്പോൾ അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ട്രെൻഡ് അനാലിസിസ് നടത്താണ്. അപ്പോൾ അതിൽ മോഡേൺ ഇന്ത്യയിലൊക്കെ പറയുന്നത്, ഇന്ന ഗവർണർ ജനറൽമാർ ഇങ്ങനെയൊക്കെയാണ് തീരുമാനങ്ങൾ എടുക്കുക, ഇന്ന ഗവർണർ ജനറൽമാർ ഇങ്ങനെയൊക്കെ തീരുമാനം എടുക്കുള്ളൂ. അപ്പം നമുക്ക് എല്ലാവരെയും പറ്റിയും പഠിക്കേണ്ട, ഒരു റേഞ്ച് പഠിച്ചാൽ മതി. ഈ റേഞ്ചിലുള്ള ആൾക്കാർ ഇങ്ങനെയായിരിക്കും തീരുമാനിക്കുക. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ലോജിക്സ് ഉണ്ട്. UPSC ഓപ്ഷൻസിൽ എങ്ങനെ പ്ലേ ചെയ്യും. ഇപ്പോൾ ഞാൻ വേറൊരു ചെറിയ ഉദാഹരണം, ഇപ്പോൾ ഞാൻ തന്നെ മനസ്സിലാക്കിയെടുത്തത്, ഇത് എത്രമാത്രം ശരിയാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഇതൊക്കെ ഓരോരുത്തരും അവരവരുടെ ഇൻഡ്യൂഷനിൽ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതായത് ഇപ്പോൾ ജോഗ്രഫി, ഇപ്പോൾ ഈ അടുത്ത് അല്ല പ്രിലിംസിൽ സ്റ്റേറ്റ്മെൻറ്റ് 1, സ്റ്റേറ്റ്മെൻറ്റ് 2 എന്നിട്ട് പറയും സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ്, 2 ഈസ് കറക്റ്റ് എക്സ്പ്ലനേഷനാണ്. ഓപ്ഷൻ ബിയിൽ 2 ശരിയാണ്, പക്ഷേ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. പിന്നെ സിയിലും ഡിയിലും ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്ന്. ഇതിൽ ഓപ്ഷൻ A or B വരാനുള്ള പോസിബിലിറ്റി വളരെ വളരെ കുറവാണ്. A ഓൾമോസ്റ്റ് 0 ആണ്. സ്റ്റേറ്റ്മെൻറ്റ് ബോത്ത് ആർ കറക്റ്റ് ആൻഡ് കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണെന്ന്. UPSC ഒരു സേഫർ സൈഡിൽ എന്താ വെച്ചാൽ ഏതെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് തെറ്റിച്ചേ കൊടുക്കുള്ളൂ. അപ്പം ഇത് പിന്നെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാതിരിക്കാൻ ഈ വിസ്ഡം നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ PYQ ചെയ്തൊരു കോൺഫിഡൻസ് വരണം. ആൻഡ് ആ കോൺഫിഡൻസോടുകൂടി എഴുതാനും പറ്റണം. കാരണം എക്സാം ഹോളിലും നമ്മൾ 100% ഷുവർട്ടിയിലല്ല എഴുതുന്നത്. പക്ഷേ PYQ ചെയ്യുന്നവർക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട്, ഇത്രയും ചെയ്ത് വന്നു, ഞാൻ 20 വർഷത്തെ PYQ നോക്കിയിട്ട് ഇത് ഇങ്ങനെയാണ് വന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും. ആൻഡ് അതിൽ നമ്മൾ 5 എഴുതി കഴിഞ്ഞാൽ 3 ശരിയായാൽ മതി. അപ്പോഴും നമ്മൾ നെറ്റ് പോസിറ്റീവിലാണ് നിൽക്കുന്നത്. അങ്ങനെയാണ് പരീക്ഷ ഒരു കോൺഫിഡൻസിൻ്റെ കളിയാണ്. അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് പോയി. ഇപ്പോൾ ഫുൾ നോളേജ് കിട്ടിയിട്ട് ചെയ്യാന്ന് വെച്ചാൽ നടക്കില്ല. ഉള്ള ബേസിക്സ് വെച്ചിട്ട് ഒരു കളി പോലെ എന്ത് ചെയ്യുക, ഇതിനെ അപ്രോച്ച് ചെയ്ത് അത് എടുക്കണം. അത് മാക്സിമം പ്രാക്ടീസ് ചെയ്ത് അത് ഡെവലപ്പ് ചെയ്യണം, സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. പ്രാക്ടീസ് ഇമ്പോർട്ടൻ്റാണ്. പിന്നെ ഈ പറഞ്ഞ കാര്യം, ഫുൾ നോളേജ് വെച്ച് പരീക്ഷയ്ക്ക് പോകുക എന്ന് പറയുന്നത് ഒരു ഉട്ടോപ്യൻ കൺസെപ്റ്റ്. അത് നടക്കില്ല, അത് ആരെക്കൊണ്ടും പറ്റില്ല. എല്ലാവരും ചെയ്യുന്നത് അറിയുന്ന നോളജ് വെച്ചിട്ട് ഉത്തരത്തിലേക്ക് എത്തും. അത് തന്നെയാണ് ശരിക്കും ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനും ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ത്യനെ പറ്റി എല്ലാം അറിഞ്ഞിട്ടൊരു പോളിസി ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ അറിയുന്ന കാര്യങ്ങൾ വെച്ച് നമ്മൾ ആ ഒരു പോളിസി തയ്യാറാക്കണം. അത് തന്നെയാണ്, ആ സ്കില്ല് തന്നെയാണ് ശരിക്കും എക്സാമിൽ നമുക്ക് വരുന്നത്. അലക്സ, ഇപ്പോൾ നമ്മൾ മെയിൻസിലേക്ക് കിടക്കുകയാണ്. മെയിൻസിൽ വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് സ്കില്ലാണ് റൈറ്റിംഗ് സ്കില്ല്. അപ്പം അലക്സിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു. അപ്പോൾ അലക്സ് അങ്ങനെ ഒരു ലിറ്റററി സ്കൂളിലോ
അങ്ങനെ ഒരു ലിറ്റററി വർക്ക്സോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അലക്സിൻ്റെ ഈ ഒരു റൈറ്റിംഗ് സ്കിൽ അലക്സ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത്? എഴുതന്നെ, മാർഗം. ഞാൻ ശരിക്കും ആദ്യമൊക്കെ എഴുതുമ്പം അലക്സ് വിചാരിക്കുന്ന പോലെ എഴുത്ത് ശരിയാത്തപ്പോൾ ഒരു ദേഷ്യമൊക്കെ വന്നിട്ടുണ്ടാവും? ദേഷ്യം വന്നിട്ട് കാര്യമില്ലല്ലോ. ഇപ്പം നമ്മളിതിൽ ദേഷ്യപ്പെടുന്നത് കാരണം നമ്മൾ ഈ പരിപാടിക്ക് നമ്മളതിനെ തീരുമാനിച്ചിട്ടാണല്ലോ ഈ പരിപാടിക്ക് വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യമല്ല വേണ്ടത്, നമുക്കെപ്പോഴും ഒരു ഇമ്പ്രൂവ് ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റാണ് വേണ്ടത്. ഇപ്പം ഞാൻ ഫസ്റ്റ് ആൻസർ എഴുതുന്നത് എനിക്ക് തോന്നുന്നത് PCM ക്ലാസ് തുടങ്ങിയിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മാധവി മാം IAS അവർ വന്നിട്ട് സൊസൈറ്റി ക്ലാസ് എടുക്കുമ്പോൾ ഒരു ഉത്തരം എഴുതാൻ പറഞ്ഞു. കാസ്റ്റിനെ പറ്റിയിട്ടാണ്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. കാസ്റ്റ് കോൺഷ്യസിനെ പറ്റിയിട്ടാണ് ചോദ്യമാണ്. ഞാനൊരു ഉത്തരം എഴുതി. ആ ഉത്തരം കുറേ നാൾ മുമ്പ് വരെ എൻ്റെ ഇതിലുണ്ടായിരുന്നു, ഒരു നോട്ട് ബുക്കിൽ നിന്ന് കീറിയ പേപ്പറിൽ എഴുതിയത്. ഇത്രയും മോശം ഉത്തരം ഞാൻ ഈ ജീവിതത്തിൽ വേറെ ഒരാൾ എഴുതി കണ്ടിട്ടില്ല. അത്രയും മോശം ഉത്തരമായിരുന്നു. ഒരു പോയിന്റ് ഇല്ല, ഒരു ഡയമെൻഷൻ ഇല്ല. 5ാം ക്ലാസ്സിലെ കുട്ടി വരെ അതിനേക്കാൾ നല്ല ഉത്തരം എഴുതും. പക്ഷേ എന്താ വെച്ചാൽ നമ്മളൊരു എഫേർട്ട് ഇടണം, ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കണം. അത് എഴുതിയാലല്ലേ മനസ്സിലാവുള്ളൂ നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന്. പിന്നീട് ഐലൻഡിൽ ക്ലാസ്സിൽ ഏതൊക്കെ ഫാക്കൽറ്റി എപ്പോഴെങ്കിലും വന്നിട്ട് ഒരു ചോദ്യം എഴുതുമെന്ന് പറഞ്ഞാൽ ഞാൻ അപ്പോൾ എഴുതി കൊടുക്കും. ലൈക്ക് അത് നമുക്കൊരു ചാൻസ് കിട്ടുന്നതാണല്ലോ, നമ്മളെ ചാൻസ് യൂട്ടിലൈസ് ചെയ്യണം, എഴുതണം, പിന്നെയും എഴുതണം. ഫീഡ്ബാക്ക് മേടിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇത് വെറുതെ കുറേ എഴുതി കൂട്ടിയിട്ട് കാര്യമില്ല, എഴുതിയത് കൊണ്ട് കാണിക്കണം. ഫീഡ്ബാക്ക് മേടിക്കണം, ഫീഡ്ബാക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് അടുത്ത തവണ പിന്നെ എഴുതണം. ഇത്രയും കാര്യങ്ങൾ ചെയ്താലാണ് ഈ സൈക്കിൾ ഡെവലപ്പ് ആവുള്ളൂ. പലരും എന്താ വെച്ചിട്ട് ഇതിൽ സൈക്കിളിൻ്റെ എവിടെയെങ്കിലും വെച്ച് ബ്രേക്ക് ആവും, അപ്പോൾ അതുകൊണ്ട് ഉപകാരമില്ല. അപ്പോൾ ഇത് ഈ പ്രോസസ്സ് കണ്ടിന്യൂ കോൺസ്റ്റന്റ്ലി ഫീഡ്ബാക്ക് എടുത്ത് എഫേർട്ട് എടുക്കണം. ഞാനിത് ചെയ്തത് സുമയ്യ മേഡമായിരുന്നു എൻ്റെ മെൻറ്റർ എൻ്റെ ഫസ്റ്റ് മെയിൻസിൻ്റെ സമയത്ത്. അപ്പോൾ മാഡം ഒരു വേറൊരു ഇൻസ്പിറേഷണൽ സ്റ്റോറിയാണ്. അപ്പോൾ നമ്മളൊക്കെ ചെന്നിട്ട് പറയും മാഡത്തിൻ്റെ അടുത്ത്, മാഡം ഇത് പഠിക്കാൻ പാടാണ്. അപ്പോൾ മാഡം പറയും ലൈക്ക് 2 വർഷം മുമ്പ് 3 വർഷം മുൻപ് ഞാൻ ഗർഭിണിയായിരുന്ന സമയത്താണ് ഞാൻ മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്, എനിക്ക് അത്രയും ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, പഠിച്ചോളാൻ പറയും. അപ്പോൾ അങ്ങനെയാണ് മാഡത്തിൻ്റെ ഒരു രീതി. അപ്പോൾ മാഡം ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അപ്പോൾ ഞാനും വിചാരിക്കുക അത് ശരിയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു പൊസിഷനിൽ നിന്നിട്ട് നമ്മളത് മിസ്യൂസ് ചെയ്യേണ്ട അല്ലെങ്കിൽ അതിന് അണ്ടർ യൂട്ടിലൈസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ അന്ന് എൻ്റെ ആൻസർ റൈറ്റിംഗ് മോശമായിരുന്നു. എൻ്റെ ഫസ്റ്റ് ടെസ്റ്റൊക്കെ കഴിഞ്ഞപ്പോൾ 20 ചോദ്യത്തിൽ 13 ചോദ്യമൊക്കെ എഴുതാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ എല്ലാ ദിവസവും 1 മണിക്കൂർ 9 മണി മുതൽ 10 മണി വരെ 5 ക്വസ്റ്റ്യൻ മെയിൻസ് എടുത്തിട്ട് എഴുതി മാഡത്തിന് അയച്ചു കൊടുക്കും. സുമയ മാഡത്തിന്. അങ്ങനെ ഞാനൊരു 40-45 ദിവസം ഇരുന്ന് ചെയ്തു. അങ്ങനെ എഴുതിയിട്ടാണ് എൻ്റെ മെയിൻസ്. അപ്പോൾ ഫസ്റ്റ് അതെനിക്കൊരു ഭയങ്കര ഇഷ്ടമുള്ളൊരു മൊമെൻ്റ്. അതായത് ഫസ്റ്റ് എൻ്റെ ഇവിടെ ടെസ്റ്റ് സീരീസിൽ എൻ്റെ ഐലൻഡിലെ മാർക്ക് 250-ൽ 40 സൊസൈറ്റിയോ ജോഗ്രഫിയോ അങ്ങനെ അതൊരു ടെസ്റ്റാണ്. അത് കഴിഞ്ഞ് അവസാനം വന്ന് ഏൻഷ്യൻ്റ് മിഡീവൽ GS 1 തന്നെ പേപ്പറായപ്പോൾ എനിക്ക് ഐലൻഡിലെ ടെസ്റ്റ് സീരീസിലെ റാങ്ക് 1 കിട്ടി. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ആയി. പ്രിലിംസിന് സമ്മാനം കിട്ടിയില്ലെങ്കിൽ മെയിൻസിൽ അത് കിട്ടി. ഇതൊരു വലിയൊരു കോൺഫിഡൻസ് ബൂസ്റ്ററാണ്. കാരണം ഒരുപാട് കുട്ടികൾ എഴുതുന്നുണ്ട്, 2ാമത് അറ്റംപ്റ്റ് ചെയ്യുന്ന ആൾക്കാർ എഴുതുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ഈ ഒരു എഫേർട്ട് ഇടണം. അതായത് നമ്മളിപ്പോൾ കാണുന്നുണ്ടാവുമല്ലോ, അതായത് നമ്മൾ കാണുന്ന എല്ലാ തിളങ്ങുന്ന വസ്തുക്കളുടെ പിന്നിലും ഒരുപാട് ഉരച്ച് ആ ഡയമണ്ട് പോളിഷ് ചെയ്യുന്ന പരിപാടി ഉണ്ട്. അത് ചെയ്യണം. നമ്മൾ കുറച്ച് പ്രഷറിലൂടെ പോവും, പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. പിന്നെ കുറച്ചൊക്കെ ഇത് എൻജോയ് ചെയ്യാൻ നോക്കുക, പ്രോസസ്സ് എൻജോയ് ചെയ്യുക. നമുക്കൊരു നല്ല എക്സാമ്പിൾ കിട്ടി, ഓക്കെ ആദ്യം ഇതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തു, ഈ എക്സാമ്പിളിനെ കുറച്ചൊന്ന് ട്വീക്ക് ചെയ്ത് ഇതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തു, അപ്പോൾ നമുക്കതൊരു രസകരമായിട്ട് തോന്നി. പിന്നെ കുറച്ച് സ്മാർട്ട് വർക്ക്, ഇപ്പോൾ എല്ലാവരും സ്മാർട്ട് വർക്ക് എന്ന് പറയും. ഇപ്പോൾ മെയിൻസിൽ ഞാൻ ചെയ്ത കുറച്ച് സ്മാർട്ട് വർക്ക് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ, ഒന്ന് കുറച്ച് ഡാറ്റ പോയിൻറ്റ്സ് മഗ് ചെയ്യുക, എന്നിട്ട് അത് ഇൻട്രൊഡക്ഷൻസിൽ യൂസ് ചെയ്യാൻ നോക്കുക. അത് കുറേ പ്രാക്ടീസ് ചെയ്ത് യൂസ് ചെയ്യാൻ നോക്കുക. ചിലപ്പോൾ ഇൻട്രൊഡക്ഷനിൽ ചിലപ്പോൾ ആവശ്യം വന്നില്ലെങ്കിൽ താഴെ പോയിൻറ്റിൻ്റെ സബ്സ്റ്റാൻഷിയേഷൻ യൂസ് ചെയ്യുക. കേസ് സ്റ്റഡീസ് പഠിക്കുക, മൾട്ടി ഡയമെൻഷനായിട്ട് കേസ് സ്റ്റഡീസ് പഠിച്ച് പല സ്ഥലങ്ങളിൽ ഫിക്സ് ചെയ്യുക. ഇപ്പോൾ ഒരു കേസ് സ്റ്റഡി ഡിജിറ്റൽ എഡ്യൂക്കേഷനാണ്, അത് എഡ്യൂക്കേഷനിൽ ഉപയോഗിക്കും GS 2-ൽ, ഡിജിറ്റൽ ഇൻക്ലൂഷനിൽ ഉപയോഗിക്കും GS 3-ൽ, പിന്നെ കുട്ടികളാണ് അപ്പോൾ GS 1 സൊസൈറ്റിയിൽ ഉപയോഗിക്കും. അപ്പോൾ അങ്ങനത്തെ എക്സാമ്പിൾസ് കളക്ട് ചെയ്ത് പല സ്ഥലങ്ങളിൽ ഉപയോഗിക്കാൻ പഠിക്കുക. കുടുംബശ്രീ GS 1-ൽ ഉപയോഗിക്കും, GS 2-ൽ ഉപയോഗിക്കും, GS 3-ൽ ഉപയോഗിക്കും. GS 3-ലാകുമ്പോൾ അത് ഇന്നോവേഷൻ്റെ അടിയിലാവും, GS 2-ൻ്റെ അടിയിലാകുമ്പോൾ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ആവും, GS 1-ലാകുമ്പോൾ വിമൺ എംപവർമെൻ്റ് ആവും. ഇത് ഭയങ്കര ഒരു നല്ലൊരു പെർസ്പെക്റ്റീവാണ്. അതായത് നമ്മൾ ഓരോന്നും ഫില്ല് ചെയ്യാൻ വേണ്ടി ഒത്തിരി കണ്ടന്റിൻ്റെ പുറകെ പോകുന്നതിന് പകരം ഒരു കണ്ടന്റ് മാക്സിമം സ്ഥലത്ത് യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക, ഒത്തിരി സ്ഥലത്ത് യൂസ് ചെയ്യാനുള്ള കണ്ടന്റ് പഠിക്കുക. അത് നല്ലൊരു പെർസ്പെക്റ്റീവ്, അതാണ് നമുക്ക് വേണ്ടത്. കാരണം പേപ്പർ നോക്കുന്ന ആൾ വേറെ ആണല്ലോ. ഞാൻ രാവിലെ എഴുതുന്ന പേപ്പറിൽ എഴുതുന്ന അതേ എക്സാമ്പിളാണ് 2ാമത്തെ പേപ്പറിൽ എഴുതുന്നത്.
പക്ഷെ ചോദ്യത്തിൻ്റെ ഡിമാൻഡ് അനുസരിച്ചിട്ട് ട്വീക്ക് ചെയ്ത് ഹെഡിങ്, ടോപ്പിലെ ഹെഡിങ് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതിയിട്ട് വേണം ഇത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ UAPA അത് ഡിസ്കഷനിലുണ്ടായിരുന്ന വർഷം ചോദിച്ചു, കോവിഡ് വന്ന നെക്സ്റ്റ് ഇയർ പേപ്പർ ഫുൾ കോവിഡായിരുന്നു. ഇപ്പോൾ I2, U2, ഓക്കസ്, ക്വാഡ് ഇതൊക്കെ ന്യൂസിലുണ്ടെങ്കിൽ UPSC ചോദിച്ചിരിക്കും, അത് സ്വാഭാവികമാണ്. അപ്പോൾ അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാവുന്ന ചോദ്യങ്ങൾ ഇത് കൂടുതൽ നടക്കുക മെയിൻസിലാണ്. അപ്പോൾ ആ ഒരു പ്രഡിക്ഷനും ഇതൊക്കെ പിന്നെ ഒരു ഏറ്റവും വലിയ ഇതൊക്കെ നടക്കണമെന്ന് വെച്ചാൽ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ ഇതൊക്കെ വളരെ എളുപ്പമാണ്. ഒരു 3-4 പിയർ ഗ്രൂപ്പ് ഉണ്ട്, നമ്മളെല്ലാവരും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തു. അപ്പോൾ അവന് തോന്നുന്നു ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്, എനിക്കും തോന്നുന്നു ചോദിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. എനിക്ക് മാത്രം തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യത കുറവാണ്. അപ്പോൾ ആ ഒരു പിയർ ഗ്രൂപ്പ് ഡിസ്കഷൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമ്മൾ ചായ കുടിക്കാൻ പോകുമ്പോഴൊരു നമ്മൾ പറയുന്ന സാധനം ഇതൊരു റിവിഷനാണ്. ഞാൻ ആ കാര്യം പറയും, അപ്പോൾ അവനും അതിനെപ്പറ്റി 2 കാര്യങ്ങൾ പറയും, ഒരു എക്സ്ചേഞ്ച് വന്നു. അതൊരു നല്ലൊരു ബിൽഡിങ്. ഇതിപ്പോൾ നമ്മൾ പലപ്പോഴും ഞാൻ ഇത് കണ്ടിട്ടുള്ളത് ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആൾക്കാർക്ക് എങ്ങനെയാണ് ബുദ്ധിമുട്ട് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ സിവിൽ സർവീസ് കപ്പിൾസിൻ്റെ മക്കൾ സിവിൽ സർവീസിലേക്ക് വരുന്നത് നമുക്ക് കാണാൻ പറ്റും പലപ്പോഴും. കാരണം എന്താണെന്ന് വെച്ചാണ്ടല്ലോ, അവർ 1ാം ക്ലാസ് 2ാം ക്ലാസ് മുതലൊക്കെ വായിക്കുന്നത് ഇന്ത്യൻ എക്സ്പ്രസ്സും ഹിന്ദുവാണ്, വീട്ടിൽ കാണുന്നത് എന്താ പറയുക ഫൈനാൻഷ്യൽ ന്യൂസുകളാണ്, നാഷണൽ ന്യൂസുകളാണ്. ഇപ്പം നമ്മുടെ വീട്ടിലല്ലെങ്കിൽ ഇപ്പോൾ എന്താ കാണുക, ചിത്രഗീതം അല്ലെങ്കിൽ വല്ല സീരിയൽ. അപ്പോൾ നമ്മളത് കണ്ടാണല്ലോ വളരുന്നത്. അപ്പോൾ ആ പെർസ്പെക്റ്റീവ് ഡിഫറൻസ് ഉണ്ട്. അത് നമ്മൾ മേക്കപ്പ് ചെയ്യണമെങ്കിൽ എവിടെ വന്ന് മേക്കപ്പ് ചെയ്യണം? നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയിൽ വന്ന് ഡിസ്കസ് ചെയ്ത് നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ആ ലെവലിലേക്ക് ഒപ്പത്തിനൊപ്പം എത്തും. അപ്പോൾ അത് ഒരു ഫാക്ടറാണ് ശരിക്കും ഈവൻ പ്രിപ്പറേഷൻ്റെ ഉള്ളിൽ. ഇൻ്റർവ്യൂവിൽ സാധാരണ വരുന്നൊരു ക്ലീശ ചോദ്യമാണ്, എന്തുകൊണ്ടാണ് IPS ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്തത്? ആ ക്ലീശ ചോദ്യം വന്നിരുന്നോ? ഇല്ല, ഇത് എല്ലാ തവണ ഞാൻ പ്രിപ്പയർ ചെയ്തിരുന്നു, പക്ഷേ ഇതുവരെ അവർ ആ ചോദ്യം ചോദിച്ചില്ല. കാരണം ഇപ്പോൾ എനിക്ക് തോന്നുന്ന സർവീസ് പ്രിഫറൻസുകളോട് ചോദിക്കുന്നതില്ല, പൊതുവെ കുറവാണ്. പിന്നെ ഉത്തരം ഉണ്ടായിരുന്നു, പിന്നെ എന്നിരുന്നാലും അത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അലക്സ്, താങ്ക് യു സോ മച്ച്. അലക്സിൻ്റെ ഈ ഒരു ജേർണി, ഈ ഒരു സിനിമ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. പേഴ്സണലി ഞാൻ ഒത്തിരി ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് അലക്സിൻ്റെ. അതായത് ഒരു സാധാരണ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന് പേരൻസിൻ്റെ ആഗ്രഹം ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കിയിട്ടാണ് അലക്സ് പ്രിപ്പറേഷന് വന്നത്. കോളേജ് കഴിഞ്ഞ ഉടനെ ഗൾഫിൽ പോയി അവൻ വേണ്ടത്ര പൈസ ഉണ്ടാക്കി അവൻ്റെ പ്രിപ്പറേഷൻ്റെ എക്സ്പെൻസ് അവൻ തന്നെയാണ് എന്ത് ചെയ്തത്, ഫണ്ട് ചെയ്തത്. എന്നാൽ അവൻ വിചാരിച്ച പോലെ എല്ലാം എളുപ്പത്തിൽ നടന്നില്ല, അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായി. അവിടെയൊക്കെ ഫൈറ്റ് ചെയ്ത് ആ ഒരു ഫൈനൽ ഡ്രീം, അതായത് IPS എന്ന ഡ്രീമിലാണ് അലക്സ് എത്തിയത്. എനിക്ക് ഈ ഒരു സ്റ്റോറി ഒത്തിരി പേർക്ക്, എനിക്കൊരു ഇൻസ്പിറേഷനാണ്, ഒത്തിരി പേർക്ക് ഇൻസ്പിറേഷനാണ്. പോലീസ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒത്തിരി പേര് ഇനിയും ഒരു IPS സിവിൽ സർവീസ് എന്നൊരു ആസ്പിറേഷനിലേക്ക് വരട്ടെ. താങ്ക് യു സോ മച്ച് അലക്സ്. ഇതിലിപ്പോൾ പറഞ്ഞു കഴിയുമ്പോൾ എൻ്റെ കൂടെ ഇപ്പോൾ അപ്പൻ്റെ കുറേ ഫ്രണ്ട്സും അവരുടെ ഒരു ബാച്ച് ഉണ്ടല്ലോ, പോലീസ് ബാച്ച്, അപ്പോൾ അവർക്കും ഒരുപാട് സന്തോഷമാണ് ഇതിലിപ്പോൾ കിട്ടിയെന്ന് പറഞ്ഞ് കേട്ടപ്പോൾ. എനിക്കൊരു കാര്യം പറയാനുള്ളത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ പ്രോസസ്സിലൂടെ കടന്നുപോയി. ഇപ്പോൾ കഴിഞ്ഞൊരു 5 വർഷം ഇപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ കൂടെ നിന്നപ്പോൾ ഐലേൺ അതൊരു വലിയൊരു സപ്പോർട്ടായിരുന്നു. കാരണം ഞാൻ ഒക്കെ ഈ പ്രോസസ്സിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ ഡൽഹിയിൽ പോകണോ, തിരിച്ചിവിടെ വരണോ, ഇവിടെ വന്ന് ആര് സപ്പോർട്ട് ചെയ്യും, ആര് ഗൈഡ് ചെയ്യും എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു നല്ലൊരു ഇക്കോ സിസ്റ്റം ഉണ്ടായിരുന്നു ശരിക്കും. അതിപ്പോൾ നിങ്ങളെപ്പോൾ ഉള്ള കുറേ ആൾക്കാരുടെ ഒരു എഫേർട്ടായിരുന്നു. എനിക്ക് പണ്ടൊരു മാതൃഭൂമിയിലൊരു പേപ്പർ കട്ടിങ് ഞാൻ ഓർക്കുന്നുണ്ട്, കുറച്ച് യുവാക്കളുടെ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങി സിവിൽ സർവീസ് മേഖലയിലേക്ക്. ശരിക്കും അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇത്രയും ആൾക്കാർ, കാരണം നിങ്ങളെപ്പോലുള്ള ഒരുപാട് ആൾക്കാർ ഇൻ്റർവ്യൂ വരെ എത്തി അവിടെ സക്സസ് ആവാൻ പറ്റിയില്ല. പക്ഷെ നിങ്ങളുടെ ആ ഒരു ഫെയിലിയറിൽ നിന്നാണ് ഒരുപാട് പേർക്ക് വളരാനുള്ള ഊർജം നിങ്ങളിവിടെ കൊടുത്തത്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ലൊരു എഫേർട്ടാണ്. ആ എന്താ പറയുക, ഒരു നമ്മൾ പറയില്ലേ, ഒരു പ്രൈവറ്റ് സെക്ടർ ഇനീഷ്യേറ്റീവ് കൊണ്ട് നമ്മുടെ നാടിന് പബ്ലിക് സെക്ടറിന് ഉണ്ടായ ഒരു നല്ലൊരു ഗുണമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഐലേൺ തന്നത്. ആക്ച്വലി എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നു, ലൈക്ക് ഡ്യൂറിങ് മൈ PCM ക്ലാസ്സസ്, തുടർന്ന് അത് കഴിഞ്ഞിട്ട് ഓരോ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ലൈക്ക് ത്രൂ ഔട്ട് ആ ഒരു പ്രോസസ്സിൽ ഐലേൺ ഉണ്ടായിരുന്നു. അതിന് വളരെ ഗ്രേറ്റ്ഫുള്ളാണ്. ഇനി ഇതുപോലത്തെ നല്ല സിവിൽ സർവൻസിനെ ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ പിന്നീട് നമുക്ക് കാണാം. താങ്ക് യു.